നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നമ്മുടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഒരു PDF പ്രസൻറ്റേഷനും അതുപോലെ ഒരു മൾട്ടി പേജ് ഡോക്യുമെൻറ്റും എങ്ങനെ ഫോട്ടോഷോപ്പിൽ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരും ഇന്ന് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫയൽ ഫോർമാറ്റാണ് PDF എന്ന് പറയുന്നത്. നമുക്കൊരു മാറ്റർ പ്രസൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് എല്ലാവരും സിംഗിൾ ഫയലായിട്ട് സൂക്ഷിച്ച് വെക്കാനും ഒക്കെ PDF വഴി സാധിക്കും. അതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജ് ഞാൻ പറയാം. ഇത് വളരെ കംപ്രസ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റാണ്. അതായത് മറ്റുള്ള ഫയലുകളെ അപേക്ഷിച്ചിട്ട് നമുക്ക് വളരെ സൈസ് കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. അതുപോലെ മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും നമുക്ക് PDF എല്ലാം ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ പാസ്വേഡ് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ്, ഇതാണ് PDFന്റെ ഫുൾ ഫോം. ടെക്സ്റ്റ്, ഇമേജസ്, വെക്ടർ ഫയലുകൾ, ഹൈപ്പർ ലിങ്ക്സ്, ഇതൊക്കെ PDF ഫയൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് ഫോട്ടോസ് ഉണ്ട്, അതിനെ ഒരു സിംഗിൾ ഡോക്യുമെൻ്റ് ആക്കിയിട്ട് മാറ്റണം. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പം ഞാനിവിടെ ഒരു 6 ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഒരു 6 ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വിഡ്ത്തും ഹൈറ്റും ഒക്കെ സെയിം ആണ്. അപ്പോൾ ഞാൻ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മൾ ഫയലിൽ പോവുകയാണ്. ഫയലിൽ പോയിട്ട് ഓട്ടോമേറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം, അതിൽ PDF പ്രസൻറ്റേഷൻ. ഇനി നമ്മൾ നേരത്തെ സേവ് ചെയ്തിട്ടുള്ള 6 ഫയലുകളില്ലേ, അത് ഇവിടെ ബ്രൗസ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഒന്നുകിൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ Ctrl+A അടിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടെ സെലക്ഷൻ വരും. ശേഷം ഓപ്പൺ കൊടുക്കും. അപ്പോൾ ഇവിടെ ഓർഡറൊക്കെ ചിലപ്പോൾ മാറി കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് നോക്കുക. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഡ്രാഗ് ചെയ്തിട്ട് ഏതാണ് ടോപ്പിൽ വരേണ്ടത് അതിനനുസരിച്ചിട്ടൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിടാം. ഇനി നമുക്ക് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വേണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം, റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം. ആ എല്ലാ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ അതിനുശേഷം ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട് കണ്ടോ, സേവ് ആസ്, മൾട്ടി പേജ് ഡോക്യുമെന്റ്, ഇവിടെ ഒരു ഡോട്ടുള്ള പ്രസന്റേഷൻ. ഈ 2 ഓപ്ഷനാണ്. ഈ 2 ഓപ്ഷൻ ഞാൻ പറയാം എന്തൊക്കെയാണെന്നുള്ളത്. താഴത്ത് കുറച്ച് ഓപ്ഷൻസ് കണ്ടോ, അതായത് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ വേണം, ഫോണ്ട് സൈസ് എത്ര വേണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം സേവ് ചെയ്യണം. എവിടെ സേവ് ചെയ്യണമെന്ന് കാണിച്ചു കൊടുക്കുക. ഡെസ്ക്ടോപ്പിൽ പേര് കൊടുക്കുകയാണ്, PDF എന്ന് പറഞ്ഞിട്ടൊരു പേര് കൊടുത്തു. അതിനുശേഷം സേവ് കൊടുക്കുകയാണ്. അപ്പോൾ വേറൊരു വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെയാണ് നമുക്ക് ഇതിൻ്റെ PDFന്റെ ക്വാളിറ്റി ഒക്കെ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുക. അതിനുശേഷം ഈ ഫസ്റ്റത്തെ ഓപ്ഷനിൽ വരിക. അവിടെ ക്വാളിറ്റി കുറച്ചിട്ട് സ്മോൾ സൈസ് ആയിട്ട് വേണോ, ഫയൽ സൈസ് വളരെ ഇത് കുറഞ്ഞിട്ട് വേണോ, സൈസ് കുറഞ്ഞിട്ട് വേണോ എന്നുള്ള ചോദിക്കുന്നത്. അപ്പോൾ അതിൽ താഴത്ത് പ്രിൻ്റ് ക്വാളിറ്റി, അങ്ങനെ ഇതിൽ ക്വാളിറ്റികളാണ് എല്ലാം. നമ്മൾ ഏറ്റവും സൈസ് കുറച്ചിട്ടാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. സ്മോളസ്റ്റ് സൈസ് കൊടുത്തു. ഇനി നമുക്കിതിൽ വേണമെന്നുണ്ടെങ്കിൽ പാസ്വേഡ് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ കംപ്രഷനും ചില കാര്യത്തിൽ ഇപ്പോൾ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ സെക്യൂരിറ്റിയിൽ വരിക. സെക്യൂരിറ്റിയിൽ നമുക്ക് പാസ്വേഡ് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പാസ്വേഡ് അടിച്ചാൽ മാത്രമേ നിങ്ങളുടെ PDF ഓപ്പൺ ആവുള്ളൂ. അത് വേണമെങ്കിൽ ഇവിടെ റിക്വയർ എ പാസ്വേഡ് ടു ഓപ്പൺ ദ ഡോക്യുമെൻറ്റ്, അതിൽ ടിക്ക് ഇടുക. അതിനുശേഷം ഇവിടെ ഒരു പാസ്വേഡ് കൊടുത്തു. അത് വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ കൊടുത്ത് കാണിക്കാം. 1 2 3 4 ആണ് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത്. അതിനുശേഷം സേവ് ചെയ്യണം. പാസ്വേഡ് കൺഫേം ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഫയൽ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് നോക്കാം. PDF എന്ന് പറഞ്ഞിട്ട് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട് ഫയൽ. പാസ്വേഡ് നമ്മൾ നേരത്തെ കൊടുത്തില്ലേ, 1 2 3 4. ഓക്കെ, ഇത് കണ്ടോ, 6 പേജുകൾ ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, 1 to 6 ഡൗൺ ആക്കി കഴിഞ്ഞാൽ 1 2 3 6 ഫോട്ടോസും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു മൾട്ടി പേജ് ഡോക്യുമെൻ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണത്. അപ്പോൾ നമുക്ക് അടുത്ത ഓപ്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. നമ്മളിപ്പോൾ ചെയ്തത് മൾട്ടി പേജ് ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രസൻറ്റേഷനാണ്. പ്രസൻറ്റേഷൻ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ PPT ഇല്ലേ, അതായത് പവർ പോയിന്റ് പ്രസൻറ്റേഷൻ പോലെ തന്നെ നമുക്കിതിൽ PDF വെച്ചിട്ട് സ്ലൈഡ് ഷോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.
ആ ഒരു ഓപ്ഷനാണ് പ്രസൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ടിക്ക് ചെയ്യുമ്പോൾ താഴത്ത് കുറച്ച് ഓപ്ഷൻസ് ആക്റ്റീവ് ആയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ് എവരി, അതായത് എത്ര സെക്കൻഡ്സ് ആണ് അതിൻ്റെ ടൈം ഡിലേ ചോദിക്കുന്നത്. ഓരോ സ്ലൈഡിൻ്റെ ഇടയിലുള്ള ടൈമാണ്. നമ്മളോട് 3 സെക്കൻഡ്സ് മതി. അതിനുശേഷം ലൂപ്പായിട്ട് പ്ലേ ആണോ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഫസ്റ്റ് പേജിലേക്ക് വരും. അത് ഈ ടിക്കില്ല എന്നുണ്ടെങ്കിൽ അതോടെ സ്ലൈഡ് ഷോ ക്ലോസ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ലൂപ്പ് ഇടുകയാണ്, കണ്ടിന്യൂസ് പ്ലേ ആയിക്കോളും അങ്ങനെയാകുമ്പോൾ. അതിനുശേഷം ഏത് ട്രാൻസിഷനാണ് വേണ്ടത്, ട്രാൻസിഷൻ ബ്ലൈൻഡ്സ് കൊടുത്തു, ബ്ലൈൻഡ്സ് വേർട്ടിക്കലി ഞാൻ കൊടുക്കുകയാണ്. ഇതിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, അതെല്ലാം നിങ്ങൾ എടുത്ത് നോക്കിക്കോളാം. ശേഷം സേവ് കൊടുക്കുകയാണ്. ഫയല് ഓക്കെ കൊടുത്തു. അതിനുശേഷം ക്വാളിറ്റി സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഫയൽ സേവ് ആയിട്ടുണ്ട്. നമുക്ക് ആ ഫയലൊന്ന് എടുത്ത് നോക്കാം. ഓക്കെ അടിച്ചു. കണ്ടില്ല, ഓരോ 3 സെക്കൻഡിലും അടുത്ത സ്ലൈഡ് വന്നുകൊണ്ടിരിക്കും. നമുക്ക് ആ ലൂപ്പും കൂടെ വർക്ക് ചെയ്യണ്ടോ നോക്കിയിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇതാണ് ലാസ്റ്റ് ഇമേജ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഫസ്റ്റിലേക്ക് എത്തി. അപ്പോൾ ലൂപ്പ് വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഈ PDF പ്രസൻറ്റേഷനിൽ നമ്മൾ നോക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങളിത് പരമാവധി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.